7th സ്റ്റാൻഡേർഡ് മാത്സ് ആനുവൽ ഇവാലുവേഷൻ 2024-25 ആൻസർ ക്യൂ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രയാങ്കിൾസ് ഹാസ് എൻ ഏരിയ ഓഫ് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് അര ബി എച്ച് ആണ്. അപ്പം നമുക്ക് അവിടെയുള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്തിട്ട് പകുതി കിട്ടുന്ന നമ്പറാണ് 12. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 2 × 5 10 ആണ്. അപ്പോൾ 10ൻ്റെ പകുതി 5, അതൊരിക്കലും നമ്മുടെ ഏരിയ 12 ആണ് വന്നിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം 8 3 24 ആണ്. 8 × 3 നമ്മുടെയുള്ള ബേസ് ഇൻറ്റു ഹൈറ്റ് ഹാഫ് ബി എച്ച് ആണ്. അപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ് 24 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്താണ് 12 ആണ് വരിക. അടുത്തത് പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം 7 5 അതെന്തല്ല റൈറ്റ് ട്രയാങ്കിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുമില്ല, അപ്പോൾ നമുക്കതിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല. അടുത്തത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. 4 × 3 12. 12ൻ്റെ ഇവിടെ ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക. പലർക്കും ഇതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഡി ആണെന്ന്, കാരണം 4 3s are 12 ആണ്. അത് നിങ്ങൾക്ക് ഇതുപോലെ എക്സാമിന് വരുന്ന സമയത്ത് നിങ്ങളെ ഒരു മിസ്റ്റേക്ക് വരുത്താൻ വേണ്ടി തരുന്ന ക്വസ്റ്റ്യൻ ആണത്. 4 3 12 ആണ്, പക്ഷേ 12ൻ്റെ ഹാഫ്, അതായത് ഹാഫ് ബി എച്ച് ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 6 ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഏരിയ 12 വരണമെങ്കിൽ ഇതെടുക്കണം. ഡ്രോ ട്രയാങ്കിൾ ഓഫ് ഏരിയ 24 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ 24 വരണമെങ്കിൽ ഹാഫ് ബി എച്ച് എന്ന് പറയുന്നതാണ് 24. അപ്പോൾ ബി എച്ച് എന്തായിരിക്കണം? 48 വരണം. ബിയും എച്ചും 48 വരണമെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ്, ബേസും ഹൈറ്റും ഈ 24ൻ്റെ ഡബിൾ വന്നിരിക്കണം. അപ്പം നമുക്ക് 8, റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് 8ഉം 6ഉം ആയിട്ട് വരക്കാം, അല്ലെങ്കിൽ 6ഉം 8ഉം ആയിട്ട് പെർപെൻഡിക്കുലർ സൈഡ് മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് പിന്നെ ഹൈപ്പോട്ടന്യൂസ് ചെരിഞ്ഞ വര അങ്ങോട്ട് വരഞ്ഞു കൊടുത്താൽ മതി. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ എക്യൂട്ട് ഓപ്റ്റു ഇതിലായിട്ട് വരയ്ക്കാം. 8 സെൻറ്റിമീറ്റർ ബേസായിട്ട് ചെയ്യാം, പിന്നെ 6 എന്നുള്ളത് ഹൈറ്റ് എടുക്കാം. എന്നിട്ട് പിന്നെ രണ്ടറ്റത്തൊന്നും യോജിപ്പിച്ചാൽ മതി. എങ്ങനെയായാലും അത് കുഴപ്പമില്ല. 6 മിഡിൽ തന്നെ എടുക്കണമെന്നില്ല, സൈഡിലെടുത്താലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം റൈറ്റ് ട്രയാങ്കിൾ തന്നെ ഇവിടെ ഇപ്പോൾ ട്രയാങ്കിളിനെ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എക്യൂട്ടായാലും കുഴപ്പമൊന്നുമില്ല. റൈറ്റ് ട്രയാങ്കിൾ വേണമെങ്കിൽ ആദ്യം 8 എടുക്കാം, സൈഡിൽ നിന്ന് ഒരു 90 ഡിഗ്രി 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ജസ്റ്റ് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ 6 ആദ്യം എടുക്കാം, 8 സെൻറ്റിമീറ്റർ ബേസ് ഹൈറ്റ് എടുക്കുക, ഒരു സൈഡിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈന് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ 8 എടുക്കാം, നടുക്കുന്ന 6 എടുത്തിട്ട് അപ്പുറം ഇപ്പുറം ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ 6 എടുക്കുക, കുത്തനെ 8 എടുക്കാം, അങ്ങനെ ജോയിൻ ചെയ്യാം. ഇഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് ഏരിയ 48 സ്ക്വയർ സെൻറ്റിമീറ്റർ ഈസ് 12, വാട്ട് ഈസ് ദ ഹൈറ്റ് ഫ്രം ദ കോർണർ ടു ദ ഓപ്പോസിറ്റ് സൈഡ്? നമുക്ക് ഹൈറ്റ് ആണ് കാണേണ്ടത്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ കോർണർ ടു ദ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് ബി എച്ച് ആണ് 48 തന്നിട്ടുള്ളത്. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ഹൈറ്റ്, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് 48. അപ്പോൾ ബി എച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 96 കിട്ടും. കാരണം ഹാഫ് അങ്ങോട്ടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ഏരിയ അതിൻ്റെ ഡബിളാണ് ബേസും ഹൈറ്റും ഇൻറ്റു ചെയ്താൽ ഉണ്ടാവുക. എച്ച് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ ബി എച്ച് ആണ് 96. അപ്പോൾ എച്ച് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 96 ബൈ ബി. ബി ഇങ്ങോട്ടേക്ക് പോകും, എച്ച് കാണുമ്പോൾ ഈ ബി ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ബൈ ബി വരും. 96 ബൈ 12 ആണ് വരിക. ബേസ് നമുക്കിവിടെ തന്നിട്ടുണ്ട് 12 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 96നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. അവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 50% എന്ന് പറഞ്ഞാൽ 1/4. നമുക്കറിയാം 50% എന്ന് പറഞ്ഞാൽ 50/100 ആണ്. 50/100 എന്ന് പറഞ്ഞാൽ ഹാഫാണ് വരിക. 25% എന്ന് പറയുമ്പോൾ 25/100, അത് 1/4 ആണ് വരിക. ഇനി ഇവിടെ 33 1/3 എന്ന് വരുന്നത് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടാണുള്ളത്. ഇപ്പോൾ 33 1/3 എന്ന് പറഞ്ഞാൽ അത് 1/3 പാർട്ടാണ്. കാരണം നമ്മൾ 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 33 1/3 കിട്ടുക. 75 എന്ന് പറയുമ്പോൾ 3/4 ആണ് വരിക. 75/100 3/4 പാർട്ടാണ് വരിക. അപ്പോൾ അത് റോങ് ആണ്. ഇത് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. എ വാഷിംഗ് മെഷീൻ കോസ്റ്റ് 24,000 rupees. ഇറ്റ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് 15%. വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ്? അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് 15% സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ അതിൻ്റെ 24,000 ആണ് വിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ 15% ഡിസ്കൗണ്ട് പൈസ ഇത്രയും എന്താണ് പറയുന്നത്, സോൾഡ് അറ്റ് ഡിസ്കൗണ്ട് 15% ആണ്. അപ്പോൾ അത് ഏത് പൈസ, വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 24,000 ഇൻറ്റു നമുക്കിവിടെ തന്നിരിക്കുന്നത് 15% ആണ്. ആ 15 100 സബ്ട്രാക്ട് ചെയ്ത് 85/100 എന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിയുമ്പം ആൻസർ 20,400 കിട്ടും. എ പ്രഷർ കുക്കർ കോസ്റ്റ് 1,800 rupees. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെൻ ഇറ്റ് സോൾഡ് ഫോർ 2,160? അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത്രയും വിൽക്കുമ്പോൾ അത് 360 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുക.
പിന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20% പ്രോഫിറ്റ് കിട്ടും. നെക്സ്റ്റ്, എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ഈസ് ഡ്രോൺ ഓൺ വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ലെങ്ത് ഓഫ് അതർ ടു സൈഡ്സ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ. നമുക്കറിയാം ഈ രണ്ട് ഇതിനെയും ആശ്രയിച്ചിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഈ 15 കിട്ടുന്നത്. ഇത് ഹൈപ്പട്ന്യൂസ് ആണ്, ഇതാണ് ബേസും നമ്മുടെ ആൾട്ടിറ്റ്യൂഡും വരിക. അപ്പം അതിനനുസരിച്ച് നമുക്കറിയാം ഇവിടെ 15 വരണമെങ്കിൽ നമ്മൾ ആ ഫിഗർ വരയുമ്പോൾ പറയുന്നതാണ് അതിൻ്റെ സമ്മ്, അതായത് ഈ രണ്ടിൻ്റെയും സമ്മ് വരുന്നത് എന്തായിരിക്കണം, 7ഉം 8ഉം ആയിരിക്കണം. ഈ നമ്മുടെ ഈ പെർപെൻഡിക്കുലർ സൈഡ്, ഈ താഴത്തതും ഈ എൽ ഷേപ്പ് വരുന്ന അവിടെയുള്ള സൈഡ് 7ഉം 8ഉം ആയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഈ ഒരു രീതിയിൽ ആൻസർ വരുള്ളൂ. നെക്സ്റ്റ്, ദ ഏരിയ ഓഫ് ദ സ്ക്വയർ vegetable garden is 256 square meters. What is the length of one side? സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ സൈഡിൻ്റെ സൈഡാണ് 256. അപ്പോൾ സൈഡ് കാണാൻ വേണ്ടിയിട്ട് റൂട്ട് 256 ആണ് കാണേണ്ടത്. ഇത് സ്ക്വയറിന് മാത്രമുള്ളതാണ്. സ്ക്വയറിൻ്റെ ഏരിയ തന്നാൽ സൈഡ് കാണാൻ വേണ്ടിയിട്ട് റൂട്ട് ആ നമ്പർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ ഇത് 16 ആണ് ആൻസർ കിട്ടുക. അല്ലെങ്കിൽ 1 to 20 വരെയുള്ള സ്ക്വയറും സ്ക്വയർ റൂട്ടും പഠിച്ചിരിക്കണം എല്ലാവരും. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 72 സ്ക്വയർ സെൻറ്റിമീറ്റർ. 72 സ്ക്വയർ സെൻറ്റിമീറ്റർ വരയണമെങ്കിൽ നമ്മൾ 6 സൈഡ് എടുത്തിട്ട് സ്ക്വയർ വരിക. എന്നിട്ട് അതിൻ്റെ ഡയഗണലിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് സ്ക്വയർ വരഞ്ഞാൽ മതി. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഏരിയ 72 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടുക. ആക്ടിവിറ്റി 4 നമുക്ക് തന്നിരിക്കുന്ന ഒരു പാറ്റേണിൻ്റെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രശ്നമൊന്നുമില്ല. 21 കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ 11 കഴിഞ്ഞിട്ട് പിന്നെ 13 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ 21 കഴിഞ്ഞാൽ 23 സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇവിടെ 31 കഴിഞ്ഞാൽ 33, 35, 37, 39, 41 വരെ എടുക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മിഡിൽ നമ്പർ, അത് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, കംപ്ലീറ്റ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവിടെയുള്ള ആൻസർ എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയുള്ള 7, ഇവിടെ ഇപ്പോൾ 5 നമ്പേഴ്സാണ് ഒരു സെറ്റിലുള്ളത്. അപ്പോൾ 7 × 5 ചെയ്താൽ നമുക്ക് 35 കിട്ടും. പിന്നെ 17 × 5 ചെയ്താൽ 85 കിട്ടും. 27 × 5 കഴിഞ്ഞാൽ 135 കിട്ടും. അതുപോലെ ഇവിടെ ഇപ്പോൾ 37 ആണ് വരിക. 37 × 5 ചെയ്താൽ നമുക്ക് ഇവിടെയുള്ള ആൻസർ കിട്ടും. അപ്പോൾ റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സം ഓഫ് നമ്പേഴ്സ് ഇൻ ഈച്ച് റോ ആൻഡ് ദ നമ്പർ ഇൻ ദ മിഡിൽ റോ. നമുക്ക് ഇവിടെ മനസ്സിലായില്ലേ, മിഡിൽ റോ എന്ന് പറയുമ്പോൾ ഈ മിഡിൽ നമ്പറും നമ്മുടെ ആൻസറും തമ്മിലുള്ള ഒരു റിലേഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ മിഡിൽ നമ്പറിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, അതാണ് ആൻസർ വരിക. നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ദ റിലേഷൻ യൂസിങ് ആൾജിബ്രൈക്ക് ഫോം. ആൾജിബ്ര ഫോമിൽ ഇത് എഴുതണം. അപ്പോൾ നമ്മൾ മിഡിൽ നമ്പറുമായിട്ടുള്ള റിലേഷൻ ആയതുകൊണ്ട് മിഡിൽ നമ്പർ n എടുത്തു കഴിഞ്ഞാൽ ഇത് n ആണെങ്കിൽ ഇവിടെ n+2 വരും, ഇവിടെ n+4 വരും. ഇവിടെ ബാക്കിൽ, അതായത് ഇവിടെയുള്ള നമ്പറിനേക്കാൾ 2 കുറവാണ്. അപ്പോൾ ഇത് n ആയാൽ ഇത് n-2 വരും. ഇതിനേക്കാളും 4 കുറവ്, അതായത് ഇവിടെ 2 കുറവ്, ഇവിടെ 4 കുറവ്. അപ്പോൾ ഇവിടെ ഇപ്പം ഇത് n ആണെങ്കിൽ ഇത് n-2 വരും, ഇത് n-4 വരും. അപ്പോൾ അതെല്ലാം കൂടെ പ്ലസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ -4ഉം +4ഉം കട്ടാവും. അങ്ങനെ -2ഉം +2ഉം കട്ടാവും. പിന്നെ ബാക്കി 1, 2, 3, 4, 5n മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 5n എന്ന് പറയുമ്പോൾ നടുക്കത്തെ നമ്പർ n ആകുമ്പം n × 5 ആണ് നമ്മുടെ ആൻസർ വരിക, = 5n. Activity 5, a square is divided into identical rectangles. What part of the larger square is small rectangle in the figure? അവിടെ ഇപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് റെക്റ്റാങ്കിൾ ഇപ്പം ടോട്ടൽ എത്രയുള്ളത്, ഇങ്ങോട്ടേക്ക് 5 ഉണ്ട്, ഇങ്ങോട്ടേക്ക് 3 ഉണ്ട്, ടോട്ടൽ 15 ആണുള്ളത്. അപ്പോൾ വാട്ട് പാർട്ട് ഓഫ് ദ ലാർജർ സ്ക്വയർ എന്ന് പറയുന്നത് വലിയ ഫിഗറിൻ്റെ അനുസരിച്ചിട്ടാണെങ്കിൽ വാട്ട് പാർട്ട് ഓഫ് ദ ലാർജർ സ്ക്വയർ ഈ സ്മോൾ റെക്റ്റാങ്കിൾ ഇൻ ദ പിക്ചർ എത്രയാണ്, അതിൻ്റെ ഇതാ ചോദിക്കുന്നത്. വാട്ട് പാർട്ടാണ് എത്രയാണെന്ന് ചോദിക്കുന്നത്. 1/15 ആണ്. വാട്ട് പാർട്ട് ഓഫ് ദ സ്ക്വയർ ഈസ് ഷെയ്ഡഡ്. അപ്പോൾ ഷെയ്ഡഡ് ചെയ്തിരിക്കുന്നത് എത്ര എണ്ണമാണ്, 1, 2, 3, 4, 5 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 5 ടോട്ടൽ ഉള്ളത് 15 ആണ്. അപ്പോൾ 5/15 അതിനെ ചെറുതായി കഴിഞ്ഞാൽ 1/3 എന്നും പറയാം. വാട്ട് പാർട്ട് ഓഫ് ദ സ്ക്വയർ ഈസ് ഷെയ്ഡഡ് 5/15 ആണ്, അതിന് 1/3 എന്ന് എഴുതാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ്. Activity 5, question number C. What is the area of the shaded part in square meter? സ്ക്വയർ മീറ്ററിലാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പം 2 ആണ് ഇതിൻ്റെ വലുതിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുള്ളത്. 2 × 2 4 ആണ് ടോട്ടൽ വരിക. 4 സ്ക്വയർ മീറ്റർ ആണ് ടോട്ടൽ ഏരിയ വരിക. ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × 2 4 ആണ് വരിക. പിന്നെ അവിടെ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പാർട്ടാണ്. അവിടെ ഇപ്പം നമുക്ക് 5 റെക്റ്റാങ്കിളാണുള്ളത്, 5 ഷെയ്ഡഡ് പാർട്ടാണുള്ളത്. അതിൻ്റെത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മൊത്തം നേരത്തെ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഓഫ് ദ ലാർജർ സ്ക്വയർ ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പം നമുക്ക് 1/3 വാട്ട് ഓഫ് ദ സ്ക്വയർ ഈസ് ഷെയ്ഡഡ് എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ ടോട്ടൽ 4 ആണ്, അതിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ
4/3 ആണ് വരിക. 1/3 ആണ് ആൻസർ വരിക. ആക്ടിവിറ്റി 6 വിച്ച് ഈസ് ഈക്വൽ ടു 144. 144നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബി ആണ് ആൻസർ വരിക. ഹൗ മെനി ഫാക്ടേഴ്സ് ദെയർഫോർ 6² × 3²? 6² × 3² എത്ര ഫാക്ടേഴ്സാണ് ഉണ്ടാവുക? 3ഉം 6ഉം ഫാക്ടറാണ്. 3 × 6 18. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് എഴുതാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 15 ഫാക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ റൈറ്റ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 225 ആൻഡ് 275. അപ്പോൾ രണ്ടിൻ്റെയും ഫാക്ടേഴ്സ് കാണുന്ന സമയത്ത് 5 5 3 3 എന്ന് വരും. 5 5 11 വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ 5 5 എന്ന് പറയുമ്പോൾ 5 ഉണ്ട് 25 ആണ് കോമൺ ആയിട്ടുള്ളത്. പിന്നെ 1 എപ്പോഴും അതിൻ്റെ ഫാക്ടർ ആയിട്ടുണ്ടാവും. അപ്പോൾ 1ഉം 5ഉം 25 ആണ് ഉണ്ടാവുക. ആക്ടിവിറ്റി 7 ദ വിഡ്ത്ത് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ വിത്ത് പെരിമീറ്റർ 60 cm ആർ ഇൻ ദ റേഷ്യോ 2:1. കാൽക്കുലേറ്റ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ. അതായത് റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിക്കാണ് വിഡ്ത്തും ഹൈറ്റും എന്ന് പറയുന്നത്. അപ്പോൾ നീളവും വീതിയാണ്. അത് L+B ആണ് 30 എന്ന് തന്നിട്ടുള്ളത്. പെരിമീറ്റർ 60 എന്ന് പറയുമ്പോൾ L+B 30 ആയിരിക്കും. അപ്പോൾ ഇവിടെ റേഷ്യോ 2:1 എന്ന് പറയുമ്പം ഇതിൻ്റെ പകുതിയാണ് ഇത് വരിക. നീളത്തിൻ്റെ പകുതിയാണ്, അതായത് ലെങ്ത്തിൻ്റെ പകുതിയാണ് ബ്രെഡ്ത്ത് വരിക. ഇവിടെ ഇപ്പം വിഡ്ത്തിൻ്റെ പകുതിയാണ് ഹൈറ്റ് വരിക. അപ്പോൾ 20ഉം 30 ആണ് വരിക. 20ഉം 10ഉം ആണ് വരിക. ഇൻ അനദർ റെക്റ്റാങ്കിൾ ഹാവിങ് പെരിമീറ്റർ 60. ഇതുപോലെ തന്നെ 60 ഉള്ള പെരിമീറ്റർ ഉള്ള വേറെ ഒന്നിൻ്റെ വിഡ്ത്ത് 18 ആണ്. വാട്ട് ഈസ് ദ ഹൈറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2 × L+B ആണ് 60. അപ്പോൾ L+B 30 എന്ന് കിട്ടും. അപ്പോൾ ഒരെണ്ണം 18 തന്നതുകൊണ്ട് മറ്റൊരെണ്ണം എന്തായിരിക്കും? 12 ആയിരിക്കും. എന്താണ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 30 കിട്ടുള്ളൂ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ? അപ്പോൾ 18ഉം 12ഉം ആകുമ്പോൾ 6ൻ്റെ ടേബിളിലുള്ള നമ്പേഴ്സാണ്. 6 3s are 18 ആണ്. 6 2s are 12 ആണ്. അപ്പോൾ 3:2 ആണ് റേഷ്യോ വരിക. The figure shows the information about the hobbies of students in a class. Which hobby do children like the most? കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ഡ്രോയിങ് ആണ്, അല്ലെ ചിത്രരചനയാണ്. പിന്നെ ലൈക്ക് ദ ലീസ്റ്റ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവ് ഇഷ്ടപ്പെടുന്നവർ ഡാൻസ് ആണ്. ഇഫ് ദോസ് ഹു സെലക്ട് മ്യൂസിക് 1/8 ആർ 1/8 പാർട്ട് ഓഫ് ദ ടോട്ടൽ, വാട്ട് ഈസ് ദ പാർട്ട് ഓഫ് ദ ടോട്ടൽ ഓഫ് ദോസ് ഹു സെലക്ട് ഡ്രോയിങ് ആസ് ഹോബി? അപ്പോൾ നിങ്ങളവിടെ നോക്കി കാണും. ഇഫ് ദോസ് ഹു സെലക്ട് മ്യൂസിക് 1/8 പാർട്ട്, മ്യൂസിക് എന്ന് പറയുന്നത് 1/8 പാർട്ടാണെങ്കിൽ ഇത് 1/8 പാർട്ടാണെങ്കിൽ വാട്ട് ഓഫ് ദ ടോട്ടൽ, വാട്ട് ഈസ് ദ പാർട്ട് ഓഫ് ദ ടോട്ടൽ ഓഫ് ദോസ് ഹു സെലക്ട് ഡ്രോയിങ് ആസ് എ ഹോബി? ഡ്രോയിങ് ആസ് എ ഹോബി രണ്ടും കൂടി ആണെങ്കിൽ എന്നുള്ള കാര്യത്തിൽ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 3/8 ആണ് വരിക. 3/8. വാട്ട് ഓഫ് ദ ടോട്ടൽ ഓഫ് ദോസ് ഹു സെലക്ട് റീഡിങ് ആൻഡ് ഡാൻസിങ്? റീഡിങ് ആൻഡ് ഡാൻസിങ് എന്ന് പറയുന്നത് ടോട്ടൽ പാർട്ടാണ് ചോദിക്കുന്നത്. റീഡിങ്ങും ഡാൻസിങ്ങും എന്ന് പറയുമ്പോൾ ഇത് രണ്ടുമാണ്. അത് നമുക്ക് 90 ഡിഗ്രി ആ ഒരു ഇതിലാണുള്ളത്. അപ്പോൾ നമുക്കൊരു 1/4 എന്ന് പറയുന്നത്. രണ്ടും കൂടെ വരുമ്പോൾ മൊത്തമുള്ളതിൻ്റെ 4 പാർട്ടാക്കിയതിൻ്റെ ഒരു പടം 90 ഡിഗ്രി വരുന്ന ആ ഒരു ഭാഗമാണ് 1/4. റൈറ്റ് അനദർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദിസ് ഫിഗർ. ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്കിപ്പോൾ പറയാം 1/4 പാർട്ടുള്ള അതിന് സെയിം ആയിട്ടുള്ളത്, അതായത് ഡാൻസിനും റീഡിങ്ങിനും സെയിം ആയിട്ടുള്ളത് അതേഴ്സാണ്. അതും 90 ആണ് വരിക. അപ്പോൾ